വെൽക്കം ബാക്ക് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നമ്മൾ തുടരുന്നു. അക്ഷരങ്ങളിലാണ് നമ്മൾ പോകുന്നത് അല്ലെ. ആദ്യ അക്ഷരം 2 അക്ഷരങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ധ ആൻഡ് ഉ. നല്ല പ്രകടനമായിരുന്നു. ഓക്കെ, സോ ഇനി അറോറയിലേക്കാണ് വരുന്നത്. അറോറ, നിങ്ങൾക്കുള്ള അക്ഷരം എ. ഓർക്കുക, നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് 3 ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങളുടെയും ഉത്തരത്തിൽ ആദ്യത്തെ അക്ഷരം എ ആയിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അമേരിക്ക ലോകരാജ്യങ്ങളുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ പലായനം ചെയ്യേണ്ടി വന്ന മുൻ CIA ഉദ്യോഗസ്ഥൻ ആരാണ്? എഡ്വേർഡ് സ്നോഡൻ ആണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. പ്രിസം എന്ന ഒരു ചാരപ്രവൃത്തി സംഘടനയുടെ ഭാഗമായിട്ടായിരുന്നു എഡ്വേർഡ് സ്നോഡൻ ഈ ചാരപ്രവൃത്തി നടത്തിയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആഡിസ് അബാബ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? Ivory Coast. It's a wrong answer. The correct answer is Ethiopia. Okay, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അടുത്ത കാലത്തായി ആഫ്രിക്കയിൽ പടർന്നു പിടിച്ച വൈറൽ പനിയുടെ പേര് എന്താണ്? എബോള. കറക്റ്റാണ് ആൻസർ. കറക്റ്റാണ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. ഇതിന് ചികിത്സ ഇല്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. ഭയപ്പാടോടുകൂടിയാണ് ലോകം മുഴുവൻ എബോള എന്ന് പറയുന്ന രോഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചികിത്സ ഇല്ലാത്ത ഒരു രോഗമാണ് എബോള. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ശാസ്ത്രലോകം പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ചോദ്യം വീണ്ടും വരുന്നതിലേക്ക് അജീനയിലേക്കാണ്. അജീന, നിങ്ങളുടെ അക്ഷരം വ. റെഡിയാണല്ലോ? ഓർക്കുക, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ആദ്യാക്ഷരം വ ആയിരിക്കും. റെഡിയാണല്ലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 20ാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ പതാക ഏന്തിയത് ആരാണ്? വിജയ് കുമാർ. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്. അദ്ദേഹത്തിന് അർജുന അവാർഡ്, ഖേൽ രത്ന പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് വിജയ് കുമാർ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്: പ്രഭ എന്ന തൂലികാ നാമത്തിൽ വിവാദ ലേഖനങ്ങൾ എഴുതിയ വിശ്രുത സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. പെർഫെക്റ്റ് ആൻസർ. ചോദ്യം വരുന്നു, ഉത്തരം വരുന്നു. വെരി നൈസ്. കൺഗ്രാജുലേഷൻസ്. ഒരു ചോദ്യം കൂടിയുണ്ട്, മൂന്നാമത്തെ ചോദ്യം: ഹ്യൂഗോ ചാവേസ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്നു? വെനസ്വേല. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്. കൊടുക്കൈ. വെരി നൈസ്. ഓക്കെ, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം വരുന്നു. അതാണ് വേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആ കൈയടി തുടർന്നോളൂ. അതിനിടയ്ക്ക് ഒരു ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back Little Scholar in support with മലർവാടി. കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ സെഗ്മെൻറ്റിൻ്റെ മാർക്ക് വായിക്കേണ്ടതുണ്ട്. ആദ്യാക്ഷരം എന്ന സെഗ്മെൻറ്റിൻ്റെ മാർക്ക് ഇതാണ്: സിയൂസ്, യു ഗോട്ട് 20 മാർക്സ്. ഓറിയോൺ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 20 മാർക്ക്. എറോറ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതും അതേ മാർക്ക് തന്നെ, 20 മാർക്ക്. നിങ്ങൾ 3 ഗ്രൂപ്പും സിയൂസും ഓറിയോണും അറോറയും തുല്യ മാർക്കുകൾ പങ്കിട്ടപ്പോൾ അജീന 10 മാർക്ക് കൂടി കൂടുതൽ അടിച്ചെടുത്ത് 30 മാർക്ക് കിട്ടിയിരിക്കുന്നു. വെരി നൈസ്. കൺഗ്രാജുലേഷൻസ്. ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. അത് ആരാദ്യം. ആരാദ്യം എന്ന് പറയുന്ന ഈ റൗണ്ടിനകത്ത് 5 സൂചനകൾ നിങ്ങൾക്ക് തരും. 5 സൂചനകൾ ഉണ്ടാവും. ആ 5 സൂചനകളിൽ ആദ്യത്തെ സൂചന കേൾക്കുന്ന സമയത്ത് തന്നെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ബസറിൽ വിരലമർത്താം. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഗ്രൂപ്പ് വിരലമർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രൂപ്പിൻ്റെ ബസർ അപ്പോൾ വർക്ക് ചെയ്യുകയില്ല. ഈ ഉത്തരം കറക്റ്റാണെങ്കിൽ കിട്ടുന്നത് 10 മാർക്കാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തെ സൂചന ഞാൻ വായിക്കും. രണ്ടാമത്തെ സൂചന വായിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബസർ അമർത്താം. ഉത്തരത്തിന് കൃത്യമുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 8 മാർക്കായിരിക്കും. മൂന്നാമത്തെ സൂചനയാണെങ്കിൽ 6 മാർക്ക്, നാലാമത്തെ സൂചനയാണെങ്കിൽ 4 മാർക്ക്, അഞ്ചാമത്തെ സൂചനയും വായിച്ചു കഴിഞ്ഞ ശേഷമാണ് ഉത്തരം പറയുന്നതെങ്കിൽ വെറും 2 മാർക്ക്. ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയാണെങ്കിൽ പോലും ബസർ അമർത്തി കഴിഞ്ഞതിന് ശേഷം ഉത്തരം തെറ്റാണെങ്കിൽ ആ ചോദ്യത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. സോ റെഡി ആയിക്കോളൂ. ചോദ്യം ആരംഭിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് കാത് കൂർപ്പിച്ച് കേൾക്കണം. പ്രശസ്തനായ ഒരു കലാകാരനെ കുറിച്ചാണ് ചോദ്യം. സൂചന 1:
അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സമ്പുരൻ സിംഗ് കർല എന്നാണ്. അജീന പ്രസ് ചെയ്ത് കഴിഞ്ഞു, പറയാം. ഗുൽസാർ. 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 പെർഫെക്റ്റ് ആൻസർ. 10 മാർക്ക്. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. ഇനി 4 സൂചനകൾ കൂടിയുണ്ട്. അത് നിങ്ങളുടെ അറിവിലേക്കും പ്രേക്ഷകരുടെ അറിവിലേക്കുമായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഒന്നാമത്തെ സൂചന ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സമ്പുരൻ സിംഗ് കർല എന്നാണ്. ഹിന്ദി സിനിമ ഗാനരചയിതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. ഉറുദുവിൽ ത്രിവേണി എന്നു പേരുള്ള 3 വരി കവിതകളുടെ രചനാരീതിക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. 2014 ഇന്ത്യൻ സിനിമാ രംഗത്തെ ഉന്നത പുരസ്കാരമായ ഫാൽക്കെ അവാർഡ് ഇദ്ദേഹം കരസ്ഥമാക്കി. ഏറ്റവും അവസാനത്തെ സൂചന ഇതായിരുന്നു. 2009 AR റഹ്മാൻ്റെ കൂടെ ജയ് ഹോ എന്ന ഗാനത്തിന് ഓസ്കാർ പുരസ്കാരം നേടി ഗുൽസാർ എന്ന കലാകാരൻ, അല്ലേ? ഓൾറൈറ്റ്. ഇനി രണ്ടാമത്തതിലേക്ക് നമ്മൾ പോകുന്നു. ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഈ ചോദ്യം. ഒരു രാജ്യം, അതാണ് ചോദ്യം. ഒന്നാമത്തെ സൂചന ഇതാണ്. ഏഷ്യയിലെ രോഗി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യമാണ് ഇത്. So what's your answer? തുർക്കി. തുർക്കി. തുർക്കി തെറ്റായ ഉത്തരമാണ്. സോ ഓറിയോൺ പ്രസ് ചെയ്തിട്ടുണ്ട്. വാട്ട്സ് യുവർ ആൻസർ? മ്യാൻമർ. മ്യാൻമർ. അതാണ് കറക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. മാർക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സൂചനയിൽ തന്നെ ഉത്തരം പറഞ്ഞു. ഓരോ സൂചനകൾ ഒന്നുകൂടി വായിക്കുകയാണ്. സൂചന 1 ഇതാണ്. ഏഷ്യയിലെ രോഗി എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം ആണ് ഇത്. രണ്ടാമത്തെ സൂചന, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന ഊതാൻഡ് ഈ രാജ്യക്കാരനായിരുന്നു. 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ഇങ്ങോട്ടാണ് നാട് കടത്തിയത്. ഇന്ത്യയിലെ നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യം ഇതാണ്. ഏറ്റവും അവസാനത്തെ സൂചന ഇതായിരുന്നു. ഓങ് സാൻ സൂചിയുടെ നാടാണ് ഇത്. ഇത് ഉത്തരം മ്യാൻമർ എന്നുള്ള ഉത്തരമാണ് ഇവിടെ ഉള്ളത്. റംഗൂൺ എന്നാണ് പഴയ പേര്. നമ്മുടെ 2 സെഗ്മെൻറ്റുകൾ ചേർത്ത ഈ എപ്പിസോഡിന് ടോട്ടൽ മാർക്ക് അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. സിയോസ്, യു ഗോട്ട് 20 മാർക്സ്. ഓറിയോൺ, യു ഗോട്ട് 30 മാർക്സ്. അറോറ, യു ഗോട്ട് 20 മാർക്സ്. അജീന, യു ഗോട്ട് 40 മാർക്സ്. വെരി നൈസ്. ഇനി ഒരു സെഗ്മെൻറ്റ് കൂടിയുണ്ട്. ആ സെഗ്മെൻറ്റ് മാജിക്കാണ്. അതിനകത്ത് ചോദ്യങ്ങളുണ്ട്, പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മാർക്കില്ല. ഓക്കെ, ഞാൻ 3 എൻവലപ്സ് എൻ്റെ കയ്യിലുണ്ട്. 1, 2, 3. ഈ 3 എൻവലപ്സ് വെച്ചുകൊണ്ടാണ് മാജിക് ചെയ്യുന്നത്. ഈ 3 എൻവലപ്സിനെ കൂടാതെ എൻ്റെ കയ്യിലുള്ളത് ഒരു 1000 രൂപ നോട്ട്, അല്ലേ? ഇന്ന് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഇറക്കുന്ന ഏറ്റവും വലിയ കറൻസി നോട്ടാണ് 1000 റുപ്പീസ് നോട്ട്. കൂടാതെ അതേ വലിപ്പത്തിലുള്ള 2 പേപ്പറുകൾ. മോള് വരാമോ ഇങ്ങോട്ട്? മോളാണ് മാജിക്കിൽ പങ്കെടുക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്, മാർക്ക് ഇല്ല. മാജിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് 3 എൻവലപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഓരോ എൻവലപ്പിലും ഞാൻ ആദ്യത്തെ എൻവലപ്പിനകത്ത് ഒരു പേപ്പർ ഇട്ടു. ഒരു പേപ്പർ അല്ലാതെ ഒന്നും ഇതിനകത്ത് ഇല്ല. ഇതിനെ നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് വയ്ക്കുന്നു. രണ്ടാമത്തെ എൻവലപ്പ് എടുക്കുന്നു. ഇതിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ പേപ്പർ വേണോ കറൻസി വേണോ? കറൻസി വേണം. ഓക്കെ, ഇതിനകത്ത് കറൻസി ഇടുന്നു. ഈ കറൻസി നമ്മൾ സ്റ്റാപ്ലർ ചെയ്യുന്നു. മൂന്നാമതായി അടുത്തത് പേപ്പർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ പേപ്പർ ഇതിനകത്തിടുന്നു. ഓൾറൈറ്റ്. ഇപ്പോൾ 3 എൻവലപ്സ് ഇവിടെയുണ്ട്. ഓർക്കേണ്ടത് ഒന്നിനകത്ത് കറൻസി ഉണ്ട്, 2 പേപ്പറാണ് ഉള്ളത്, അല്ലേ? ഞാൻ അങ്ങോട്ട് ടേൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് മോൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്യാം, എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ. ഓക്കെ, യു ക്യാൻ. കഴിഞ്ഞോ? 3 നിരത്തി വെക്കാം ഇവിടെ. 1, 2, 3. 2, 3. ഓക്കെ. ഇനി ഞാൻ മോളോട് ചോദിക്കുന്നത്, മോളുടെ സെലക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതിനകത്താണ് കറൻസി എന്ന് എനിക്കറിയില്ല, ഏതിനകത്താണ് പേപ്പർ എന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല, പബ്ലിക്കിനും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. മോൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 എൻവലപ്പ് മോൾക്ക് കയ്യിലെടുക്കാം. എനി 2 എൻവലപ്സ്. 1, 2. ഓക്കെ. ഇനി അതിനകത്ത് നിന്ന് ഒരു എൻവലപ്പ് എൻ്റെ കയ്യിലേക്ക് തരാം. ഏത് വേണമെങ്കിലും തരാം. ഓൾറൈറ്റ്. ഈ എൻവലപ്പ് എൻ്റെ കയ്യിൽ വെക്കുന്നു. ആ 2 എൻവലപ്പുകൾ മോളുടേതാണ്.
ഓക്കെ, ഇനി ഞാൻ ഈ എൻവലപ്പ് മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഏതിലാണ് കറൻസി എന്ന് എനിക്കറിയില്ല. ഇവിടെ പിടിക്കും, മുകളിൽ പിടിക്കും. ഇതിനകത്ത് പേപ്പറാണോ കറൻസി ആണോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ചെയ്യുന്നത് ഇതിനകത്തിട്ടോ. കറൻസി ആണെങ്കിൽ നഷ്ടപ്പെടുന്നത് 1000 രൂപ. 1000 രൂപ നഷ്ടപ്പെടുന്നതല്ല ദുഃഖം. കറൻസി കത്തിച്ചാൽ ആ കറൻസി കത്തിക്കുന്നതിൻ്റെ പേരിൽ സംഭവിക്കുന്നത് ഗുരുതരമായ ശിക്ഷയാണ്, അല്ലേ? ക്രിമിനൽ കേസാണ് ഒരു കറൻസി കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കത്തിക്കാൻ കൂട്ടുനിന്നവർക്കും അതുപോലെയുള്ള ശിക്ഷ കിട്ടും എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ കറൻസിയോ പേപ്പറോ ഏതൊക്കെയോ കത്തിക്കൊണ്ടിരിക്കുന്നു. 2 എൻവലപ്പുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്നു, അല്ലേ? ഇനി നമുക്ക് കറൻസി ആണെങ്കിൽ തിരിച്ച് കിട്ടുന്ന പ്രശ്നമില്ല. സോ ഞാൻ ഈ എൻവലപ്പ് തുറക്കുകയാണ്. Take it out. That is 1000 rupee note. The right selection. All right? പക്ഷേ ഇത് എല്ലാം നിങ്ങൾ കണ്ടതെല്ലാം ശരിക്കൊരു മാജിക് ആണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഇത് വെറുതെ ഒരു തോന്നലായിരുന്നു, ഒരു ഇല്യൂഷൻ ആയിരുന്നു. സോ ലുക്ക് ഹിയർ. ഇതിലേക്ക് നോക്കാം. ഇത് empty ആണ്. ഈ ഭാഗത്തും ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. കാരണം മജീഷ്യൻ എപ്പോഴും സംശയമാണ്, അല്ലേ? ഞാൻ ചെയ്യുന്നത് ഈ 1000 rupee നോട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നു. സോ വാച്ച്. ഇനിയാണ് മാജിക്. ലുക്ക് ഹിയർ. 1, 2. That's it. All right? Empty. സോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് യാത്ര പറയാൻ സമയമായി. ജാലവിദ്യകൾ കാണിച്ചു, നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വരും പുതിയ വിസ്മയങ്ങളുമായി, വിജ്ഞാന ശാഖകളുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. Gift courtesy Prince Pattupavada, Market Road, Ernakulam. Reha Wedding Center, Logans Road, Talasheri. R1 Casual Shirts and Candyman Bags.